ഇപ്പോൾ ഉറിയിൽ സൈനിക താവളത്തിൽ ആക്രമണം നടത്തിയത് നുഴഞ്ഞുകയറിയ ചാവേർ ഗ്രൂപ്പുകളിൽ ഒന്നാണെന്ന് സൈന്യം. മറ്റ് രണ്ട് ഭീകര സംഘങ്ങൾക്കായി തെരച്ചിൽ തുടരുകയാണ്. അതേസമയം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്നും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ഒഴിഞ്ഞുമാറ്റവും വിവാദമാകുന്നു. കശ്മീരിൽ ഇന്നും ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നു. വിവരങ്ങളുമായി മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മനു, ഇന്ന് ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു കാശ്മീരിൽ. അതുൾപ്പെടെ കഴിഞ്ഞു പോയ ഭീകരാക്രമണത്തിൻ്റെ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള സൈന്യത്തിൻ്റെ ഏറ്റവും പുതിയ വിശദീകരണങ്ങൾ കൂടി. അജിംഷാദ്, ഉറി സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് രാജ്യം ആദരാഞ്ജലി അർപ്പിച്ച മണിക്കൂറുകൾ കഴിഞ്ഞതിന് പിന്നാലെയാണ് ഹന്ദ്വാരയിൽ വീണ്ടും ഭീകരാക്രമണം ഉണ്ടായത്. ഇതിലൊരു ഭീകരൻ കൊല്ലപ്പെട്ടതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മറ്റു സൈനികർക്കൊന്നും പരിക്കേറ്റിട്ടില്ലെന്നും സൈനിക വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നുണ്ട്. ഈ ആക്രമണം നടത്തിയ ഭീകരർ ഈ ജെയ്ഷെ മുഹമ്മദ് സംഘത്തിനൊപ്പം നുഴഞ്ഞു കയറിയ 3 അംഗ ചാവേർ സംഘത്തിലെ ഒരു കൂട്ടം ഭീകരർ തന്നെയാണ് എന്നാണ് സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു 2 ചാവേർ സംഘങ്ങൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കാശ്മീരിലും അതോടൊപ്പം രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശവും സൈന്യം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ സുരക്ഷ കർശനമാക്കണമെന്ന നിർദ്ദേശവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകി കഴിഞ്ഞു. ഹന്ദ്വാരയിലും വീണ്ടും ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ അടിയന്തരതല യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നതതല യോഗത്തിൽ വിവിധ തലങ്ങളിൽ നിന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം റോ മേധാവിയും പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഇന്നലെ തന്നെ സൈന്യം ആവശ്യപ്പെട്ടിരുന്നത് ഈ ഭീകരാക്രമണ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു പ്രത്യാക്രമണം നടത്തണം എന്നതായിരുന്നു. എന്നാൽ ഇന്ത്യ ഈ നിലപാട് അടിയന്തരമായി നടപ്പാക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും പകരം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു. ഇതിൽ ഇപ്പോൾ രാജ്യാന്തര തലങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ UK, റഷ്യ എന്നിവർ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പാക് നിലപാട്, ഈ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാട് അവർ അവസാനിപ്പിക്കണമെന്നാണ് റഷ്യയും മറ്റും പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും അന്താരാഷ്ട്ര സമൂഹങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പിന്തുണ ലഭിക്കുന്നതായുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതേസമയം നിലവിൽ ഇന്ന് ഐക്യരാഷ്ട്ര സഭയിൽ നവാസ് ഷെരീഫ് നിലവിൽ ഇന്ത്യയുടെ ഈ കാശ്മീർ വിഷയം ഉന്നയിക്കും എന്നാണ് അറിയുന്നത്. നിലവിൽ ഈ കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യ നടത്തുകയാണ് എന്നാകും നവാസ് ഷെരീഫ് ഐക്യരാഷ്ട്ര സഭയിൽ ഉന്നയിക്കുക എന്നാണ് അറിയുന്നത്. അതേസമയം നിലവിൽ UN ജനറൽ അസംബ്ലിയിൽ ഈ മാസം 26-ന് തന്നെ ഈ പാക് നിലപാടിലെ അമർഷം ഇന്ത്യ വ്യക്തമാക്കും. അതുപോലെ തന്നെ മനു ശങ്കർ, വളരെ ഗൗരവമായ സാഹചര്യത്തിൽ ലോകം മുഴുവൻ ഭീകരതയെ അപലപിക്കുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിൽ ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്നു. അവിടെ ഉണ്ടായ ഭീകരരുടെ ആയുധങ്ങളിൽ നിന്ന് പാക് മുദ്രണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നവാസ് ഷെരീഫ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത്. അതും ലോകം തന്നെ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. തീർച്ചയായും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണത്തിന് എന്തായാലും പാക് പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഈ നിലവിൽ ഇപ്പോൾ പാകിസ്ഥാൻ തുടരുന്ന നിലപാട് ഈ കാശ്മീർ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ഒരു പങ്കില്ല എന്നൊരു നിലപാടാണ് പാകിസ്ഥാൻ ഇപ്പോൾ പുലർത്തുന്നത്. ഇന്നലെ ഔദ്യോഗിക പ്രതികരണം പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസ് നടത്തിയത് ഇന്ത്യ വ്യക്തമായ മറുപടി നൽകാൻ കാശ്മീർ വിഷയത്തിൽ ഇല്ലാത്തതിനാൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പാകിസ്ഥാന് മേലെന്നാണ് സർതാജ് അസീസ് ഇന്നലെ പ്രതികരിച്ചത്. കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യ നടത്തുകയാണ്, എന്നാൽ ഈ വിഷയങ്ങൾ മറച്ചുവെക്കാൻ പാകിസ്ഥാനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നായിരുന്നു ഇന്നലെ വിദേശകാര്യ ഉപദേഷ്ടാവ് കൂടിയ സർതാജ് അസീസ് പ്രതികരിച്ചത്. ഇന്ന് മാധ്യമങ്ങൾ പാക് പ്രധാനമന്ത്രി മുമ്പാകെ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രംഗമാണ് നമ്മൾ കാണുകയും ചെയ്തത്. ഇന്ന് ഐക്യരാഷ്ട്രസഭയിലും പാക് പ്രധാനമന്ത്രി പുലർത്തുന്ന നിലപാടും ഇത് തന്നെയാകും. കാശ്മീരിൽ നിലവിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു എന്നിവ മുൻനിർത്തിയുള്ള കാര്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ പാക് പ്രധാനമന്ത്രി ഉന്നയിക്കാനാണ് സാധ്യത. അതേസമയം ഇതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 22 പ്രതിനിധികളെ വിവിധ രാജ്യങ്ങളിലേക്ക് ഈ കാശ്മീർ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ബോധ്യപ്പെടുത്തുവാൻ പാക് പ്രധാനമന്ത്രി നിയോഗിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ ഇന്ത്യയും മറ്റൊരു നീക്കം നടത്തുകയാണ്. വിവിധ രാജ്യങ്ങളിൽ ഐക്യരാഷ്ട്ര സഭയിൽ നിലപാട് അറിയിക്കുന്നതിന് പിന്നാലെ വിവിധ രാജ്യങ്ങളിൽ ഈ പാകിസ്ഥാന്റെ ഭീകരത പിന്തുണയ്ക്കുന്ന നിലപാട്, ഇന്ത്യയുടെ അതിർത്തികളിൽ നടത്തുന്ന കടന്നുകയറ്റം എന്നിവ വ്യക്തമാക്കുന്നതിനായി വിവിധ പ്രതിനിധികളെ അയച്ച് വിവിധ
ലോകരാജ്യങ്ങളിൽ ഇക്കാര്യം ബോധ്യപ്പെടുത്തുവാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ ഈ 26-ന് UN ജനറൽ അസംബ്ലിയിലും ഈ വിഷയം ഇന്ത്യ ഉന്നയിക്കും. പാകിസ്ഥാൻ തുടരെ ഇത്തരത്തിൽ അതിർത്തിയിൽ കടന്നുകയറ്റം നടത്തുന്നു, കൂടാതെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന നിലപാട് പുലർത്തുന്നു. ഈ ആക്രമണം നടത്തിയ ഭീകരരുടെ തോക്കുകൾ, മറ്റു ആയുധ ശേഖരണങ്ങളെല്ലാം പരിശോധിച്ചപ്പോഴും വ്യക്തമായത് ഇവയെല്ലാം പാക് നിർമ്മിതമെന്നാണ്. ഇവർക്ക് പിന്തുണ ലഭിച്ചിരുന്നതും അതോടൊപ്പം പരിശീലനം ലഭിച്ചിരുന്നതും പാകിസ്ഥാനിൽ നിന്ന് വ്യക്തവുമാണ്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണമെന്നൊരു നിലപാട് ഇന്ത്യ എല്ലാ രാജ്യങ്ങളിലും ആവർത്തിക്കും എന്നാണ് വ്യക്തമാകുന്നത്. മനുശങ്കരൻ ഒരിക്കൽ കൂടി ഉറിയിലേക്ക് എത്തിയാൽ, ഉറിയിലെ ഭീകരാക്രമണം നടത്തിയത് കടന്നു കയറിയ അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയ, പാകിസ്ഥാനിൽ നുഴഞ്ഞു കയറിയ 3 ഭീകര സംഘങ്ങളിൽ ഒന്നാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 2 ഭീകര സംഘങ്ങളെ കണ്ടെത്താനോ അവരെ ഫോക്കസ് ചെയ്യാനോ സൈന്യത്തിനായിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ സൈന്യം പറയുന്നുണ്ടോ, വെളിവാക്കുന്നുണ്ടോ? നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഉറി സൈനിക കേന്ദ്രത്തിന്റെ കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള നിയന്ത്രണ രേഖ ഒരേ സ്ഥലത്ത് നിന്ന് മുറിച്ചു കടന്നാണ് ഈ 3 ചാവേർ സംഘങ്ങളും അതിർത്തിയിലൂടെ നിലവിൽ കാശ്മീരിൽ എത്തിയത് എന്നൊരു സ്ഥിരീകരണത്തിലാണ് സൈന്യമുള്ളത്. 4 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഉറി സൈനിക കേന്ദ്രത്തിൽ ഭീകരാക്രമണം നടത്തിയപ്പോഴും കൂടുതൽ സംഘാംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പെട്രോളിംഗ് മറ്റും നടത്തിയ സൈനികർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹന്ദ്വാരയിൽ ഇന്നലെ രാത്രി വീണ്ടും പോലീസ് പോസ്റ്റിന് നേരെ വെടിയുതിർക്കൽ ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ഈ 3 അംഗ ചാവേർ സംഘത്തിലെ മറ്റൊരു സംഘങ്ങളാണ് ഈ ആക്രമണം നടത്തിയത് എന്നൊരു സ്ഥിരീകരണത്തിലാണ് സൈന്യം എത്തിയിരിക്കുന്നത്. അതിനാൽ കൂടുതൽ ഭീകരർ കാശ്മീർ മേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകും എന്നൊരു സ്ഥിരീകരണത്തിൽ സൈന്യം എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതുവരെയും മറ്റു ഭീകരരെ ആരെയും പിടികൂടിയതായോ കണ്ടെത്തിയതായുള്ള സ്ഥിരീകരണം ലഭിക്കുന്നില്ല. ഈ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ സൈനികരെ കൂടി സ്ഥലത്തേക്ക് വിന്യസിച്ചേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഈ 3 ചാവേർ സംഘം കൂടി നിയന്ത്രണ രേഖ കടന്ന് എത്തി എന്നൊരു സ്ഥിരീകരണം ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ദില്ലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇത് സംബന്ധിച്ച് കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് ഇന്ത്യ കടക്കുമോ എന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഉണ്ടാകും. എന്തായാലും നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുക, ആദ്യം ഒരു അടിയന്തര പ്രത്യാക്രമണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്നാണ് സർക്കാർ തലങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിലവിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് പ്രത്യാക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി പകരം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന സമീപനത്തിലേക്ക് ഇന്ത്യ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് ദില്ലിയിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അജിം ഷാ, തീർച്ചയായും മനുശങ്കരൻ, അതായത് ബാക്കിയുള്ള 2 ഭീകര സംഘങ്ങളെ കണ്ടെത്താൻ സൈന്യത്തിനായിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഗൗരവമായ സാഹചര്യമായിരിക്കും. തുടർന്നും ഭീകരാക്രമണം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കശ്മീരിലെ ആഭ്യന്തര സംഘർഷം ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ അവശേഷിക്കുന്ന 2 ഭീകര സംഘങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാകും നടത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്, വലിയ ജാഗ്രതായ അവസ്ഥയുമാണ് കശ്മീർ അതിർത്തിയിൽ, പ്രത്യേകിച്ചും സൈനികർക്ക്. തീർച്ചയായും അജിംഷാദ്, കാരണം ഉറി സൈനിക കേന്ദ്രം തന്നെ ശ്രദ്ധിക്കുമ്പോൾ ഈ ശ്രീനഗർ ഹൈവേക്ക് സമീപമുള്ള സൈനിക കേന്ദ്രം വനമേഖലയും മറ്റും കേന്ദ്രീകരിച്ച് ഈ നിയന്ത്രണ രേഖ കടന്നെത്തുന്ന ഈ ഭീകരർ ഒളിച്ചിരുന്ന് കൃത്യമായ പ്രാദേശികമായ സഹായങ്ങൾ ലഭ്യമായായിരുന്നു ആക്രമണം നടത്തിയിരുന്നത്. ഈ ഒരു മുന്നറിയിപ്പും നിലവിൽ ഇപ്പോൾ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രാദേശിക തലങ്ങളിൽ നിന്ന് വലിയ സഹായം ഈ ഭീകരർക്ക് ലഭിക്കുന്നതായുള്ള സൂചനകൾ ശക്തമാണ്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും സൈനിക തലങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ ഭീകരർ സൈനിക കേന്ദ്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ പുറത്ത് ഡ്യൂട്ടിയിൽ അന്ന് കരാർ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരന്റെ സഹായം വളരെ കൃത്യമായി ഭീകരർക്ക് ലഭിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഏതൊക്കെ ടെന്റുകളിൽ സൈനികർ ഉണ്ടായിരുന്നു, എവിടെയെല്ലാം സൈനികർ കൃത്യമായി ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ വിശദാംശങ്ങൾ ഈ ഭീകരർക്ക് ലഭിച്ചിരുന്നതായുള്ള സൂചനകൾ ലഭിച്ചിരുന്നുണ്ട്. അതിനാൽ തന്നെ പ്രാദേശിക തലങ്ങളിൽ നിന്ന് വലിയ സഹായം ഭീകരർക്ക് ലഭിക്കുന്നതായി തന്നെ സൈന്യം ഇപ്പോഴും സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനാൽ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടിയാണ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുള്ളത്. നിലവിൽ ഈ 3 ചാവേർ സംഘം നിയന്ത്രണ രേഖ കടന്ന് അകത്ത് കയറി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഒരു സംഘത്തെ മാത്രം പിടികൂടാനായിട്ടുള്ളൂ, കീഴ്പ്പെടുത്താനായിട്ടുള്ളൂ എന്നത് ആശങ്ക ജനിപ്പിക്കുന്നത് തന്നെയാണ്. മറ്റു ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ ഹന്ദ്വാര പോലീസ് പോസ്റ്റിന് നേരെ വെടിയുതിർത്തത് 5 അംഗ ഭീകരരായിരുന്നു എന്നാണ് ആദ്യം ലഭിച്ചിരുന്ന റിപ്പോർട്ടുകൾ. പിന്നീടാണ് മണിക്കൂറുകൾക്ക് ശേഷം ഏറ്റുമുട്ടലിന് ശേഷം ഒരു ഭീകരനെ വധിച്ചു എന്ന റിപ്പോർട്ട് മാത്രം പുറത്തു വരുന്നത്. മറ്റു ഈ സംഘത്തിലെ
ഭീകരർ എവിടെയാണ്, ഇവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ് എന്ന് മാത്രമുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ഓപ്പറേഷൻ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനും സൈന്യം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും എടുത്തു കാണേണ്ട ഒരു സംഗതിയാണ്. അതിനാൽ തന്നെ മറ്റു സംഘാംഗ ഭീകരർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വളരെ ആശങ്കയുണർത്തുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ എന്തായാലും കാശ്മീരിൽ നിന്ന് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കാശ്മീരിന് പിന്നാലെ രാജ്യത്തെ തന്ത്രപ്രധാന നഗരങ്ങളിലും സുരക്ഷ കർശനമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും സുരക്ഷയുള്ള കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്ന സൈനിക കേന്ദ്രത്തിനകത്തെത്തി ഒരു ഭീകരാക്രമണം നടത്തുമ്പോൾ തീർച്ചയായും സുപ്രധാന നഗരങ്ങളിൽ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്കുള്ള സാധ്യതയും വളരെയേറെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കർശന സുരക്ഷ പാലിക്കണമെന്നൊരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ദില്ലിയിൽ ഉന്നതതല യോഗവും പുരോഗമിക്കുകയാണ്. വിവിധ തലങ്ങളിൽ നിന്നും ഒപ്പം BSF CRPF തലവന്മാർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, അതോടൊപ്പം റോ മേധാവി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നു. അതിനാൽ ഇതിനുശേഷം ഒരു ഔദ്യോഗിക പ്രതികരണം ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയേക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ്. അജിംഷാ. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. കാശ്മീരിൽ ഉറിയിൽ ഉണ്ടായ സൈനിക ഭീകരാക്രമണത്തിൽ നടത്തിയത് നുഴഞ്ഞു കയറിയ 3 ഭീകര സംഘങ്ങളിൽ ചാവേർ സംഘങ്ങളിൽ ഒന്നാണെന്ന് സൈന്യം തിരിച്ചറിഞ്ഞു. ബാക്കിയുള്ള 2 സംഘങ്ങളെ സംബന്ധിച്ച് ജാഗ്രതായ അന്വേഷണവും സൈന്യം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം നിരവധിയായ ആക്രമണ ഭീഷണികൾ നിലനിൽക്കെ തന്നെ വീണ്ടും കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്ത കൂടി പുറത്തെത്തുന്നു. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.